Welcome back to another episode of Shaji's Classroom. Today we are going to learn about dative preposition. Okay, dative preposition. Preposition നമ്മൾ പഠിച്ചു. ഇന്ന് dative accusative preposition നമ്മൾ പഠിച്ചു. എന്താണ് accusative preposition എന്തായിരുന്നു? Got few. Okay, gegen, ohne, dus, für, Okay, അത് നമ്മൾ പഠിച്ചു. ഇത് dative preposition ആണ്. Okay, dative preposition എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് ഉദ്ദേശിക്കുന്നത്? എവിടെ. ഓക്കെ, പൂച്ച എവിടെ ഇരിക്കുന്നു, അല്ലെങ്കിൽ പൂച്ച എങ്ങോട്ട് പോകുന്നു, പൂച്ച എപ്പോൾ വരുന്നു, ഞാൻ എവിടെ ഇരിക്കുന്നു, ഞാൻ എങ്ങോട്ട് പോകുന്നു, ഞാൻ ആരോട് കൂടെ പോകുന്നു. അപ്പൊ ഒരു ഇതിനൊക്കെ നമ്മൾ ഡാറ്റീവിൽ ഉത്തരം കൊടുക്കുകയാണ് പ്രപ്പോസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതിന് പ്രധാനമായിട്ടും വരുമ്പോഴത്തേക്കും പ്രപ്പോസിഷൻ ഔസ്. ഓക്കെ, ഇഷ്കൊമേ ഔസ്, ഞാൻ എവിടുന്ന് വരുന്നു, ഔസ് വരുന്നു. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നിനും എക്സാമ്പിൾസ് പഠിക്കും. എന്നാലും എന്റെ അർത്ഥം മനസ്സിലാക്കി, നിന്ന്, എവിടെ നിന്ന്. ഓക്കെ, ഗ്യാസ് ഉള്ളിൽ നിന്ന് വരുന്നു എന്ന് പറയുന്നത് പോലെ. ഓക്കെ, എവിടെ നിന്ന്, ഔസ്. ബൈ, അടുത്ത്, അടുത്ത് അല്ലെങ്കിൽ അതിനോടൊപ്പം, അല്ലെങ്കിൽ നമ്മൾ പറയുമ്പോഴത്തേക്കും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്യുമ്പോഴും ബൈ, ബേയും ബേ എന്ന് പറയും. ബൈ. മീറ്റ് മീൻസ് കൂടെ, ആരുടെ കൂടെ, ഇസ് ഗേ മീറ്റ്. ഓക്കെ, ഞാൻ അവരുടെ കൂടെ പോകുന്നു. നാക്ക്. നാക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ശേഷം, അല്ലെങ്കിൽ ഒരു സ്ഥലത്തേക്ക്, അല്ലെങ്കിൽ ടൗണിലേക്ക്, നഗരത്തിലേക്ക് പോകുന്നു. ഓക്കെ, നാക്ക്. ഇപ്പൊ രണ്ടർത്ഥമുണ്ട്. നാക്ക് ശേഷം, നാക്ക് ദർ ആർബൈറ്റ്. ഓക്കെ, ആർബൈറ്റിന് ശേഷം, അല്ലെങ്കിൽ നാക്ക് ഒരു സ്ഥലത്തേക്ക് പോകുന്നതിനും നമുക്ക് പറയുന്നു അവിടെ. ഓക്കെ, പിന്നെ സൈറ്റ്, അത് മുതൽ. സൈറ്റ് ഫോർ. ഓക്കെ, അത് മുതൽ ഞാൻ ചെയ്യുന്നു. ഫോർ, നിന്ന്, ഒരാളിൽ നിന്ന്. ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എക്സാമ്പിൾസ് പഠിക്കും. ഇപ്പോൾ ജസ്റ്റ് പ്രപ്പോസിഷൻ മാത്രം നോക്കി വെക്കുക. ഫോൺ, സൂ, അടുത്ത്. ഓക്കെ, സൂ, അടുത്ത്. ഗേഗനൂബർ, എതിർവശത്ത്. ഗേഗനൂബർ, എതിർവശത്ത്. പിന്നെ വരുന്നത് ഔസർ. ഔസർ, അത് സാധാരണ ഔസർ അധികം ഉപയോഗിക്കാറില്ല. എന്നാലും ഔസർ മീൻസ് വിത്തൗട്ട്, ഒഴിച്ചു കൂടാൻ പറ്റാതെ, അവനെ കൂടാതെ ഇത് ചെയ്യാൻ പറ്റില്ല. ഔസർ. അപ്, മുതൽ, സമയം. ഓക്കെ, ഡാങ്ക്, നന്ദി. ഡാങ്കും അതുകൊണ്ട് സാധാരണ നമ്മൾ അധികം ഉപയോഗിക്കാറില്ല. പിന്നെ ഇത് ചെയ്യാനുള്ള, ഇത് പഠിക്കാൻ വളരെ എളുപ്പം. യൂട്യൂബിൽ ലീഡ് മീൻസ് ഒരു ഇതുണ്ട്. ഹൗസ് ബൈ മീറ്റ്, ഹൗസ് ബൈ മീറ്റ് എന്ന് പറഞ്ഞൊരു പാട്ട് കിട്ടും. ആ പാട്ട് പഠിക്കുന്നത് നല്ലതാണ്. ഞാൻ പാട്ടിനെ വളരെ മോശമായതുകൊണ്ട് ഈ പാട്ട് ഞാൻ പാടുന്നില്ല. ഓക്കെ, ഹൗസ് ബൈ മീറ്റ്, ഹൗസ് ബൈ മീറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നല്ല പാട്ട് കിട്ടും. അതേപോലെ ട്യൂൺ പഠിക്കാം നമുക്ക്. യെസ്, അപ്പോൾ വിൽ സീ തിങ്സ് ഇൻ ഡീറ്റെയിൽ. ഹൗസ്, നിന്ന്, അതിൽ നിന്ന്. ഓക്കെ, ich komme aus Indien, ഞാൻ ഇന്ത്യയിൽ നിന്നു വരുന്നു. ich komme aus Indien. ശ്രദ്ധിക്കുക, ഇന്ത്യൻ അല്ല, ഇന്ത്യൻ ആണ്. ഓക്കെ, ജർമ്മൻ ഭാഷയിൽ വരുമ്പോൾ സ്പെല്ലിംഗ് വ്യത്യാസമുണ്ട്. das Wasser kommt aus der Flasche, ആ വെള്ളം വരുന്നത് കുപ്പിക്കകത്തു നിന്നാണ്. das Wasser kommt aus der Flasche. er trinkt aus der Tasse, അവൻ കപ്പിൽ നിന്ന് കുടിക്കുന്നു. er trinkt aus der Tasche. ഓക്കെ, ടാഷ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാല്, ഇത് ഡാറ്റീവ് ആണ്. എപ്പോഴും ആർട്ടിക്കിൾ ശ്രദ്ധിക്കണം. ഡാറ്റീവ് വരുന്നത് ദർ ടാസെ. എന്തുകൊണ്ടാണ് വരുന്നത് ദർ ടാസെ വന്നത്? ടാസെ ഫെമിനിൻ ആയതുകൊണ്ട് ദർ വരുന്നു. ഓക്കെ, ഫ്ലാഷെ ഫെമിനിൻ ആയതുകൊണ്ട് ദർ വരുന്നു. ഇനിയിപ്പോ അത് എന്തെങ്കിലും മസ്കുലിൻ ആണെങ്കിൽ എപ്പോഴും ദം വരും. ഓക്കെ, ശ്രദ്ധിക്കുക. ബൈ, അടുത്ത്, അല്ലെങ്കിൽ കൂടെ എന്ന് പറഞ്ഞാല് ഇസ് ബിൻ ബൈ മൈനർ ടാൻഡെ, ഞാൻ എന്റെ ആന്റിയുടെ കൂടെയാണ്. ഓക്കെ, ich bin bei meiner Tante. Sie arbeitet bei der Firma. ആ കമ്പനിയിൽ ജോലി ചെയ്യുന്നു. അപ്പോൾ കമ്പനിയിൽ ജോലി ചെയ്യുന്നപ്പോഴും പറയും ich arbeite bei BMW, ഞാൻ BMW വർക്ക് ചെയ്യുന്നു പറയുമ്പോഴത്തേക്കും ബൈ വരും. പിന്നെ അടുത്ത് അവരുടെ കൂടെയാണെപ്പോഴും അത് വരുന്നു. ഓക്കെ, sie arbeitet bei der Firma. Sie sind bei unseren Freunden. അവർ, ഓക്കെ, ഞങ്ങൾ നമ്മുടെ ഫ്രണ്ട്സിന്റെ അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ അടുത്താണ്. അപ്പോൾ ബൈ, ഉൻസരൻ, അടുത്ത്. ഇനി വരുന്ന മിറ്റ്, കൂടെ, ആരുടെ കൂടെ. ich fahre mit dem Bus. ഓക്കെ, ഞാൻ ബസ്സിലാണ് യാത്ര ചെയ്യുന്നത്. കൂടെ നമ്മൾ ബസ്സിൽ അല്ലെങ്കിൽ ട്രെയിനിൽ യാത്ര ചെയ്യുന്നത് നമ്മൾ മിറ്റ് എന്ന് പറയും. മിറ്റ് സൂക്ക് അല്ലെങ്കിൽ മിറ്റ് ബൂസ് ഒക്കെ പറയുമ്പോൾ ich fahre mit dem Bus. ഓക്കെ, dem Bus വരുന്നത് എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണ് വരുന്നത്? ഓക്കെ, der Bus വരുന്നതാണ്. sie spricht mit ihrem Bruder. ഓക്കെ, sie spricht mit ihrem Bruder.
അവൾ അവളുടെ സഹോദരനോട് സംസാരിക്കുന്നു. മീറ്റ് ഈരം. ഈരം വന്നെന്തുകൊണ്ടാണ്? ഡാറ്റീവ് ആയതുകൊണ്ട്. ഡാറ്റീവ് മസ്കുലിൻ ആയതുകൊണ്ടാണ്. ബ്രൂഡർ മസ്കുലിനാണ്, അതുകൊണ്ട് ഈരം വരുന്നു. വി ആർ ലേണൻ മീറ്റ് ഉൻസരം ലെയർ. ഞങ്ങൾ നമ്മൾ നമ്മുടെ അധ്യാപകരോടൊപ്പം ജോലി ചെയ്യുന്നു. അപ്പൊ കൂടെ. മീറ്റ് സമ്മൺ. ഇറ്റ്സ് ഗെയിൻ മീറ്റ്. ഞാൻ അവനോട് കൂടെ പോകുന്നു. നക് ശേഷം അല്ലെങ്കിൽ ഏത് നഗരത്തിലേക്കും, നരകത്തിലേക്കും ആകാം, പക്ഷെ നഗരത്തിലേക്കും എന്ന് പറഞ്ഞാൽ മതി. ഇറ്റ്സ് ഫാറെ നക് ബെർലിൻ. ഞാൻ ബെർലിനിലേക്ക് പോകുന്നു. നാഗ്ദം എസൻ സ്ലാഫൻ വിയർ. ശേഷം നാഗ്ദം ഭക്ഷണത്തിന് ശേഷം എന്ത് ചെയ്യുന്നു? നമ്മൾ കിടന്നുറങ്ങുന്നു. ഉറങ്ങുന്നു. നാഗ്ദം എസൻ സ്ലാഫൻ വിയർ. സ്ലാഫൻ. നാഗ്ദർ ഷൂളെ യെറ്റ് നാക് ഹൗസെ. സ്കൂളിൽ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ സ്ഥലത്തിൽ പോകുന്നതും പിന്നെ ശേഷം അതിന് പറയുന്നത് നാക് എന്ന് പറയും. സൈറ്റ് മുതൽ. അത് മുതൽ. Ich wohne seit einem Jahr in കൊച്ചി. ഞാൻ ഒരു വർഷമായിട്ട് കൊച്ചിയിൽ താമസിക്കുന്നു. One I mean to live. Ich wohne seit einem Jahr in കൊച്ചി. കൊച്ചിയിൽ ഒരു വർഷമായി താമസിക്കുന്നു. Seit der Kindheit mag ihr Schokolade. ചെറുപ്പകാലം മുതൽ അവർക്ക് ചോക്ലേറ്റ് വളരെ ഇഷ്ടമായിരുന്നു. സൈറ്റ് മുതൽ. അത് മുതൽ. Wir lernen Deutsch seit März. മാർച്ച് മാസം മുതൽ നമ്മൾ ഡോയ്ഷ് പഠിക്കുകയാണ്. അത് മുതൽ. സൈറ്റ്. ഫോൺ നിന്ന്, ഒരാളിൽ നിന്ന്. Das Geschenk ist von meiner Mutter. Geschenk. ആ സമ്മാനം എന്റെ അമ്മയിൽ നിന്നാണ്. അമ്മയാണ് തന്ന സമ്മാനം. അമ്മയിൽ നിന്ന്. ഫോൺ നിന്ന്, ഒരാളിൽ നിന്ന്. Ich bekomme eine Nachricht von ihm. ഞാൻ അവനിൽ നിന്ന് ഒരു സന്ദേശം ലഭിക്കുന്നു. എന്ന് പറഞ്ഞാൽ അവനിൽ നിന്ന് സന്ദേശം കിട്ടി. ഫോൺ. ihm അവനിൽ നിന്ന്. ഫോൺ. The Idee kommt von dem Chef. The Idee means idea. ആശയം. The Idee kommt von dem Chef. ആ ബോസ്. ഷെഫ് മീൻസ് ബോസ്. ഷെഫിൽ നിന്നാണ് ഈ ആശയം വന്നത്. Then ab means മുതൽ. അത് മുതൽ. Ab morgen arbeite ich nicht mehr. നാളെ മുതൽ ഞാൻ ജോലി ചെയ്യുന്നില്ല. Ab morgen നാളെ മുതൽ. Arbeite ich nicht mehr. നാളെ മുതൽ ജോലി ചെയ്യുന്നില്ല, പഠിക്കാൻ തന്നെ പോവുകയാണ്. The bus fährt ab dem nächsten Bahnhof. അടുത്ത സ്റ്റേഷനിൽ ബസ് പുറപ്പെടുന്നു. The bus fährt ab dem nächsten Bahnhof. അടുത്ത സ്റ്റേഷനിൽ നിന്ന്. Ab dem 1. Juli beginnt der Kurs. ജൂലൈ 1 മുതൽ കോഴ്സ് ആരംഭിക്കുന്നു. മുതൽ. അത് മുതൽ കോഴ്സ് ആരംഭിക്കുന്നു. അബ് എന്ന് പറഞ്ഞാൽ മുതൽ, നാളെ മുതൽ. അല്ലെങ്കിൽ എന്താ പറയുന്നത്, അടുത്ത സ്റ്റോപ്പിൽ നിന്ന്. ഇതിലേക്ക്. Ich gehe zu meiner Oma. ഞാൻ അമ്മയുടെ അടുത്തേക്ക് പോകുന്നു. അമ്മയുടെ മുത്തശ്ശിയുടെ അടുത്തേക്ക് പോകുന്നു. Wir fahren zu dem Arzt. ഞങ്ങൾ ഡോക്ടറുടെ അടുത്തേക്ക് പോകുന്നു. Er geht zu seiner Freundin. അവന്റെ സുഹൃത്തിന്റെ അടുത്തേക്ക് പോകുന്നു. സുഹൃത്തിനോട് പോകുന്നു. സുഹൃത്തിന്റെ അടുത്തേക്ക് പോകുന്നു. സുഹൃത്തിനോട് നല്ല, അതിന് മലയാളം ട്രാൻസ്ലേഷൻ അത് ക്ലിയർ അല്ല. സുഹൃത്തിന്റെ അടുത്തേക്ക്. ടു എന്ന് ഇംഗ്ലീഷിൽ പറയുന്നത്. Gegenüber, എതിർവശത്ത്. The bank is gegenüber dem Supermarkt. ബാങ്ക് സൂപ്പർമാർക്കറ്റിന്റെ ഓപ്പോസിറ്റ് ആണ്. എതിർവശത്താണ്. Gegenüber ഓപ്പോസിറ്റ്. Mein Haus liegt gegenüber der Schule. എന്റെ വീട് സ്കൂളിന്റെ ഓപ്പോസിറ്റ് ആണ്. Mein Haus liegt gegenüber der Schule. Er sitzt gegenüber seiner Schwester. Er sitzt gegenüber. അവൻ അവിടെ സഹോദരി ഓപ്പോസിറ്റ് ആയിട്ട് ഇരിക്കുന്നു. Gegenüber. Then außer, ഇത് കൂടാതെ. Beyond എന്ന് പറയുന്നത്. Außer meinem Bruder ist niemand zu Hause. എന്റെ സഹോദരനെ ഒഴിച്ച, സഹോദരനെ കൂടാതെ വേറെ ആരും വീട്ടിലില്ല. Außer meinem Bruder. Alle sind da. Außer Lisa. എല്ലാവരും ഉണ്ട്. Except Lisa. Lisa ഇല്ല, ബാക്കി എല്ലാവരും ഉണ്ട്. കൂടാതെ. Außer
dir kennt niemand das Geheimnis. നീ അല്ലാതെ Geheimnis രഹസ്യം. നീ അല്ലാതെ വേറെ ആർക്കും ഈ രഹസ്യം അറിയില്ല. ഓക്കെ, ഔസർ. Then thanks to. Okay, thanks to. Okay, ഇന്നത് കാരണം കൊണ്ട് okay നന്ദി. Okay, ഇന്നത് thanks to that. Okay, thanks to that. Thanks to that. Okay, this happened. Same way. Dank deine Hilfe habe ich bestanden. നിന്റെ സഹായം കൊണ്ടാണ് ഞാൻ പാസ്സായത്. ഓക്കെ, നിന്റെ സഹായം കൊണ്ട്. ഓക്കെ, താങ്ക്. അല്ലെങ്കിൽ താങ്ക് ദം ലേയർ ഫെസ്റ്റേഗൻ വി ആലസ്. അധ്യാപന സഹായം ഉള്ളത് കൊണ്ട് എല്ലാം നമുക്ക് മനസ്സിലായി. താങ്ക് ഇയർ ഗെഡ്യൂൾഡ് ഇസ് ആലസ് ഗുഡ് ഗെഗാങ്കൻ. താങ്കളുടെ സഹനത്തിന് നന്ദി പറഞ്ഞ് എല്ലാം നന്നായി നടക്കുന്നു. ഗെഡ്യൂൾഡ്. അപ്പൊ അതാണ് മെയിൻ ആയിട്ട് നമ്മുടെ ഡാറ്റീവ് പ്രൊപ്പോസിഷൻസ് വരുന്നത്. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഹൗസ് ബൈ മിറ്റ് ആ പാട്ട് യൂട്യൂബിൽ നോക്കിയാൽ കൃത്യമായിട്ട് കിട്ടും. ആ പാട്ട് പഠിക്കുന്ന നല്ലതാണ്. അപ്പൊ ഓട്ടോമാറ്റിക് നടക്കുമ്പോഴൊക്കെ പറഞ്ഞു നടക്കാം. പക്ഷെ എക്സാമ്പിൾസ് ഇതുപോലെ തന്നെ കുറെ എക്സാമ്പിൾസ് ഇത് പഠിക്കുക. കാരണം ഡാറ്റീവ് പ്രൊപ്പോസിഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡാറ്റീവും അക്യൂസേറ്റീവും പിന്നെ വെക്സൽ പ്രൊപ്പോസിഷൻ ഉണ്ട്. വെക്സൽ പ്രൊപ്പോസിഷൻ നമ്മൾ അടുത്ത ഒരു എപ്പിസോഡ് നമ്മൾ പഠിക്കുന്നതായിരിക്കും. വളരെ ഈസി ആയിട്ട് പഠിക്കുന്നതായിരിക്കും. Okay, that's all for now. See you next time with another episode. Bye.